എല്ലാവർക്കും മേമാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഒരു താറാവ് റോസ്റ്റ് ആണ് തയ്യാറാക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം. താറാവ് റോസ്റ്റ് നമുക്ക് 1.5 കിലോ താറാവാണുള്ളത്. ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നമ്മളൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് മുറിച്ചിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. പിന്നെ നമ്മൾ ആദ്യം ഇതിൻ്റെ ചിറകിൻ്റെ മുകൾ വശത്ത് ഇതുപോലെ ഒന്ന് മുറിക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ താഴോട്ട് ഉരിഞ്ഞെടുക്കാം. ഇതുപോലെ 2 സൈഡ് നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ കാലിൻ്റെ വശവും മുകൾ ഭാഗത്തായിട്ടൊന്ന് മുറിച്ചിട്ട് ചിറക് ഉരിഞ്ഞതുപോലെ തന്നെ കാലും നമുക്ക് ഉരിഞ്ഞു മാറ്റണം. ഇനി ഇതിൻ്റെ ഉള്ളു വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് വലിച്ചു കളഞ്ഞാൽ മതി. ഇനി ഈ കഷ്ണങ്ങളെല്ലാം നമുക്ക് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഒത്തിരി വലിപ്പം കുറയ്ക്കാതെ ഒന്ന് മുറിച്ചാൽ മതി. മുറിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പ പാത്രത്തിൽ വെച്ചേക്കണം. ഇനി ഇത് വേവിക്കാനായിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഇടാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ 4 സബോള വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചതാണ് അത് ചേർക്കുവാണ്. പിന്നെ 4 പച്ചമുളക് കീറിയത്, ഒരു കുടം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചതച്ചെടുത്തതാണ്, അതും കൂടി ചേർക്കാം. ഇനി നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾ കൂടി ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് തിരുമാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 2 സർവ്വസുഗന്ധിയുടെ ഇല ചേർക്കുന്നുണ്ട്. ഇതാണ് സർവ്വസുഗന്ധിയുടെ ഇല. ഈ ഇല ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ കറിക്ക് മസാലയുടെ നല്ല രുചിയും നല്ലൊരു മണവും ഒക്കെ കിട്ടും. അപ്പോൾ ഈ ഇല നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ ഇത് ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് മുറിച്ചിട്ട് ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് തിരുമ്മി യോജിപ്പിക്കാം. താറാവ് വേവിക്കുമ്പോൾ നമ്മൾ വെള്ളം ഒട്ടും ഒഴിക്കണ്ട. അപ്പോൾ നമുക്കിതിനെ അടുപ്പത്തേക്ക് വെക്കാം. എന്നിട്ട് മൂടി വയ്ക്കാം. ഇപ്പോൾ താറാവ് വെന്ത് റെഡിയായിട്ടുണ്ട്. ഇനി ഇത് പൊടികളൊക്കെ ചേർത്തൊന്ന് റെഡിയാക്കാം. ഇപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ നമുക്ക് കറിവേപ്പിലോട് ചേർക്കാം. ഇനി നമ്മൾ 2 സവോള കനം കുറച്ച് അരിഞ്ഞതാണ്, അതും കൂടി ചേർക്കണം. ഇനി ഈ സവോള നന്നായിട്ട് നമുക്ക് വഴന്ന് കിട്ടണം. അപ്പോൾ ഇടയ്ക്കൊന്ന് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. സബോള വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. ആദ്യം നമ്മൾ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി. ഇനി നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. അരപ്പ് നന്നായിട്ടൊന്ന് മൂത്ത് വരണം.
അരപ്പിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന താറാവിൻ്റെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നാടൻ താറാവ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അടുത്ത ക്രിസ്മസ് റെസിപ്പിയുമായി വേഗം തന്നെ കാണാം. താങ്ക്